മെസ്സിയും ബാഴ്സലോണയും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത ഏതൊരു ഫുട്ബോൾ ആരാധകനും ഊഹിക്കാവുന്നതേ ഉള്ളൂ. മെസ്സി എന്ന ഇതിഹാസത്തിലൂടെ ബാഴ്സലോണ ആരാലും തകർക്കപ്പെടാൻ സാധിക്കാത്ത ഒരു വൻ ശക്തിയായി മാറുന്നതും ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചു. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ വിട്ട് മെസ്സി പോയപ്പോൾ കണ്ണുനീരടക്കാൻ ഒരു ആരാധകനും സാധിച്ചില്ല. ക്ലബ്ബ് വിടുമ്പോൾ മെസ്സിയുടെ കണ്ണുകൾ നിറഞ്ഞത്, വാക്കുകൾ ഇടറിയതും ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട്. എന്നാൽ തന്റെ ആ പ്രിയപ്പെട്ട ക്ലബിലേക്ക് മെസ്സി ഒരിക്കൽ കൂടി പോവുകയാണ്. അതെ, മെസ്സിയുടെ സ്വന്തം ബാഴ്സലോണയിലേക്ക് ഇതിഹാസം തിരിച്ചെത്തുകയാണ്. CFന്റെ താരമാണ് നിലവിൽ ലയണൽ മെസ്സി. എന്നാൽ തന്റെ പഴയ ക്ലബായ FC ബാഴ്സലോണയിലേക്ക് മെസ്സി തിരിച്ചെത്തും എന്ന സൂചന ശക്തിപ്പെടുകയാണ്. ഈ വർഷം നവംബറിൽ ബാഴ്സലോണയിൽ അർജന്റീൻ ഇതിഹാസ താരം എത്തും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്പാനിഷ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്നതാണ് സൂചന ശക്തിപ്പെടാൻ ഇപ്പോൾ കാരണമായിരിക്കുന്നത്. 2023 ജൂലൈയിൽ ഫ്രഞ്ച് ക്ലബായ PSG-യിൽ നിന്ന് കരാർ അവസാനിച്ച ശേഷമാണ് ലയണൽ മെസ്സി MLS ക്ലബായ ഇന്റർ മയാമി CF-ൽ എത്തിയത്. ലയണൽ മെസ്സി എത്തിയ ശേഷം 2 ട്രോഫികൾ ഇതിനോടകം ഇന്റർ മയാമി സ്വന്തമാക്കി. 2018 രൂപീകൃതമായ ഇന്റർ മയാമി CF-ന് മെസ്സി എത്തുന്നതിന് മുൻപ് വരെ ഒരു ട്രോഫിയിൽ പോലും ചുംബിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ മെസ്സി വന്നതും കിരീടം ക്ലബിന്റെ കൈക്കുള്ളിലെത്തി. 2023 ലീഗ്സ് കപ്പിൽ ലയണൽ മെസ്സി ഇന്റർ മയാമി CF-ന് എത്തിച്ചു. ടൂർണമെന്റിൽ ടോപ്പ് സ്കോററും ലയണൽ മെസ്സി ആയിരുന്നു. 2024 MLS സപ്പോർട്ടേഴ്സ് ഷീൽഡും ഇതിനോടകം ഇന്റർ മയാമി സ്വന്തമാക്കി. MLS കപ്പ് സ്വന്തമാക്കുകയാണ് ഇന്റർ മയാമി CF-ന്റെയും ലയണൽ മെസ്സിയുടെയും 2024 സീസണിലെ അടുത്ത ലക്ഷ്യം. ഇതിനിടെയാണ് ലയണൽ മെസ്സി പഴയ ക്ലബായ FC ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തും എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ ബൂട്ട് അണിയാനല്ല, ക്ലബിന്റെ 125ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിക്കായാണ് ലയണൽ മെസ്സി എത്തുന്നത് എന്നാണ് വിവരം. ലയണൽ മെസ്സിക്ക് ഒപ്പം FC ബാഴ്സലോണയുടെ മറ്റ് താരങ്ങളെയും 125ാം വാർഷിക ആഘോഷങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കും എന്നാണ് റിപ്പോർട്ട്. 1899 FC ബാഴ്സലോണ രൂപീകൃതമായത്. നവംബർ 29 ക്ലബ് തങ്ങളുടെ 125ാം വാർഷികം ആഘോഷിക്കുന്നത് എന്നാണ് സൂചന. നവംബർ 29 ലയണൽ മെസ്സിക്ക് ബാഴ്സലോണയിൽ എത്താൻ സാധിക്കുമോ എന്നതും മറ്റൊരു ചോദ്യമാണ്. കാരണം MLS കപ്പിനായുള്ള പ്ലേ ഓഫ് പോരാട്ടങ്ങളുടെ സമയമാണ് നവംബർ. ലയണൽ മെസ്സി FC ബാഴ്സലോണയിൽ നിന്ന് ഇറങ്ങിയത് മുതൽ താരത്തെ തിരികെ എത്തിക്കാൻ ക്ലബ് അധികൃതർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ FC ബാഴ്സലോണയിൽ നിന്ന് കണ്ണീരോടെ ഇറങ്ങിയ ലയണൽ മെസ്സി പിന്നീട് ക്ലബ്ബുമായി കരാറിലെത്താൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. 2021 ഫ്രഞ്ച് ക്ലബ് PSG-യിൽ എത്തിയപ്പോഴും 2023 PSG-യിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ബാഴ്സലോണ മെസ്സിയുമായി ചർച്ച നടത്തിയിരുന്നു. അതേസമയം സ്പാനിഷ് ലാ ലീഗയിൽ 8 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റുമായി FC ബാഴ്സലോണ 1ാം സ്ഥാനത്ത് തുടരുന്നു. മേജർ ലീഗ് സോക്കറിൽ ലീഗ് ട്രോഫി സ്വന്തമാക്കിയ ഇന്റർ മയാമി റെക്കോർഡ് പോയിന്റ് കുറിക്കാനുള്ള ശ്രമത്തിലുമാണ്.